ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹോളിഡേ മൂഡിലാണെന്നൊക്കെ അറിയാം. ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ന്യൂ ഇയറിലേക്കുള്ള തയ്യാറെടുപ്പിലാണ് അല്ലേ. അപ്പോൾ ഈ ഒരു വ്ലോഗ് എന്ന് പറയുന്നത് 2023 നമ്മുടെ അവസാനത്തെ വ്ലോഗാണ്. ഒത്തിരി നല്ല വ്ലോഗ്സും അതുപോലെ പുതിയ ഒരുപാട് നല്ല കോൺസെപ്റ്റ്സുമായിട്ട് നമ്മൾ 2024 ഇനി വരുന്നത്. അപ്പോൾ 2023 എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു വർഷമായിരുന്നു. ഒരുപാട് നല്ല കോൺസെപ്റ്റ്സ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതിൽ പല വീടുകളും അതുപോലെ തന്നെ പ്രൊജക്ട്സ് ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ സെയിൽ നടന്നൊരു വർഷമാണ് 2023. അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു വർഷമാവട്ടെ 2024 ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ വ്യൂവേഴ്സിനും എല്ലാവിധ ഐശ്വര്യങ്ങളും പുതുവർഷത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയിലും നമ്മളെയും ഉൾപ്പെടുത്തണം. അപ്പം ഇന്നത്തെ ഒരു വ്ലോഗ് എന്ന് പറയുന്നത് നമ്മളൊരു ലക്ഷറി ഇൻഡിപെൻഡൻറ്റ് വീടാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. 9 സെൻറ്റിൽ 3500 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു സെമി ഫേർണിഷ്ഡ് വീടാണ്. ഇത് നമുക്ക് 4 ബെഡ്റൂം വരുന്നുണ്ട്. 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ ഒരു ഹോം തിയേറ്റർ വരുന്നുണ്ട്. ഇതെല്ലാം കൂടാതെ ഒരു കിടിലൻ പൂള് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ റയറായിട്ടാണ് ഈ പൂളൊക്കെ വരുന്ന വീടുകൾ നമുക്ക് കിട്ടാറുള്ളത്. വെൽ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ളൊരു ഹൗസാണ്. അതുപോലെ ഇതിൻ്റെ പ്ലാൻ, ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ സൈഡൊക്കെ എടുത്ത് പറയേണ്ടതാണ്. അപ്പോൾ നമ്മളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വാക്ക് ത്രൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറേയും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടത് മനസ്സിലാവും. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൊച്ചിയിലെ കുഴുവേലിപ്പടി എന്ന് പറയും. അതായത് നമ്മുടെ പൂക്കാട്ടുപടിയുടെ ഒക്കെ അടുത്തുള്ളൊരു ലൊക്കേഷനാണ് ഈ കുഴുവേലിപ്പടി എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പം സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന്, അതായത് വള്ളത്തോൾ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ പൂക്കാട്ടുപടി പോകുന്ന റോഡുണ്ടല്ലോ, അവിടെ നിന്ന് 800 മീറ്റേഴ്സ് ഇൻസൈഡാണ് നമ്മുടെ ഈ ഒരു വീട് വരുന്നത്. ചുറ്റും നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ്. വളരെ എന്താ പറയുക, ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും അടുത്ത ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് വിദ്യോദയ സ്കൂളാണ്. ഇപ്പോൾ കൊച്ചിയിലുള്ളവർക്ക് അറിയാം, കൊച്ചിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്കൂളാണ് വിദ്യോദയ സ്കൂൾ. അവിടേക്ക് 5 മിനിറ്റ്സ് ഡ്രൈവേ വരുന്നുള്ളൂ. അതുപോലെ പൂക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് ഒരു 10 മിനിറ്റ്സ്, പിന്നെ നമ്മുടെ KMEA എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഒരു 8 മിനിറ്റ്സ്, പിന്നെ നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ അവിടേക്ക് നമുക്കൊരു 12 മിനിറ്റ്സ്. അപ്പം ഒരു സ്ട്രാറ്റജിക്കലി നല്ലൊരു ലൊക്കേഷനിൽ ഇരിക്കുന്ന വീടാണ് ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 2.10 CR ആണ്. ഇത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഇത് ഞാൻ പറഞ്ഞിരുന്നു സെമി ഫേർണിഷ്ഡ് ആണെന്നുള്ള കാര്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സെമി ഫേർണിഷ്ഡ് അല്ല, ഫുള്ളി ഫേർണിഷ്ഡ് എന്ന് പറയാം. കാരണം വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്കിനി ആഡ് ഓൺസ് ഇതിൽ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. പിന്നെ നമുക്കിതിൻ്റെ ലീഗൽ സൈഡ്സ് നോക്കുകയാണെങ്കിൽ എല്ലാം വളരെ ക്ലിയർ ആണ്. അതുപോലെ ഒറിജിനൽ ലാൻഡാണ്, ഫ്ലഡ് എഫക്റ്റഡ് അല്ല. ഇപ്പോൾ കാക്കനാടിൻ്റെ സബർബൻ ഏരിയാസൊക്കെ നമുക്കറിയാം അത്യാവശ്യം നല്ല ഡിമാൻഡുള്ളൊരു സമയമാണ്. കാരണം നമ്മളിടുന്ന, എനിക്ക് തോന്നുന്നു, ഇൻഡിപെൻഡൻറ്റ് വീടുകളാണെങ്കിലും എല്ലാം നമുക്ക് വളരെ നല്ല രീതിയിൽ സെയിൽ നടക്കുന്ന ഒരു ഏരിയ ആണ് ഈ കാക്കനാട് അല്ലെങ്കിൽ അതിൻ്റെ ഈ ഒരു സബർബൻ ഏരിയാസ് എല്ലാം. അപ്പം എന്തായാലും ഇന്നത്തെ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തന്നെയാണ് എൻ്റെ വിശ്വാസം. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വാക്ക് ത്രൂ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വാക്ക് ത്രൂയിലേക്ക് പോവാം. ാണ് നമ്മുടെ ഒരു വീടിൻ്റെ എലിവേഷൻ വരുന്നത്. വളരെ ക്യൂട്ട് ആൻഡ് എലഗൻ്റ് ആയിട്ടൊരു എലിവേഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ കളർ കോമ്പിനേഷനും വളരെ മനോഹരമായിട്ടുണ്ട്. 2 ഗേറ്റ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാർ പോർച്ചിൽ നമുക്ക് 2 കാറുകൾ കവേർഡായിട്ട് പാർക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്കൊരു കുഞ്ഞി കാറ് പാർക്ക് ചെയ്യാം. അപ്പം മൊത്തം 3 കാറുകൾ നമുക്ക് കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ പാർക്ക് ചെയ്യാനുള്ളൊരു
പ്രൊവിഷൻ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ ക്വയറ്റ് ആൻഡ് കാം ആയിട്ടുള്ളൊരു ഏരിയയിലാണ് ഇരിക്കുന്നത്. ചുറ്റിനും നമുക്ക് വീടുകളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ്റ്റി ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. പക്ഷെ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ മെയിൻ റോഡിലേക്ക് നമുക്ക് എത്തിച്ചേരാനും പറ്റും. അതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പൂളാണ്. വലിയ പൂളാണ് ഈ വീടിന് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന് ചുറ്റും ലാൻഡ്സ്കേപ്പിങ്ങും ടൈൽസും കാര്യങ്ങളെല്ലാം ഇട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. വളരെ ക്വാളിറ്റിയിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണിത്. പിന്നെ നമ്മൾ ഈ കാണുന്നതെന്ന് പറയുന്നത് കിണറാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു മേജർ വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് കിണർ വെള്ളമാണ്. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ഒരു വീട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ചെറിയൊരു വരാന്ത കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലെ വിശേഷങ്ങളൊന്ന് കാണാം. അപ്പം നമ്മൾ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് വളരെ വലിയ ഒരു ലിവിങ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ലിവിങ് ഏരിയയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു വിൻഡോസ് കണ്ടോ, വളരെ വലിയ വിൻഡോസാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നല്ലൊരു നാച്ചുറൽ ലൈറ്റിങ് ഈ ഒരു വീട്ടിലുണ്ട്. അതുപോലെ ക്രോസ് വെന്റിലേഷൻ നന്നായിട്ട് ഉള്ളൊരു വീടാണിത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇത് ശരിക്കും പറഞ്ഞ ഒരു സെമി ഫേർണിഷ്ഡിനേക്കാളും കൂടുതൽ ചെയ്തിട്ടുണ്ട്. സെമി ഫേർണിഷ്ഡ് അല്ല, ശരിക്കും ഫുള്ളി ഫേർണിഷ്ഡ് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും കാര്യങ്ങൾ ഇവരിവിടെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു ഡൈനിങ് സ്പേസ് എന്ന് പറയുന്നത്. ഡൈനിങ് ഏരിയയിലും കൊടുത്തിരിക്കുന്ന ആ വിൻഡോ എന്ന് പറയുന്നത് എഗെയിൻ വലിയൊരു വിൻഡോ ആണ്. ഇവിടെ നമ്മളൊരു കോർട്ട്യാർഡ് കൊടുത്തിട്ടുണ്ട്, അത് ഓപ്പൺ ടു സ്കൈ ആണ്. അതുപോലെ അവിടെ നമ്മളൊരു ഊഞ്ഞാലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ വരുന്നത്. പിന്നെ ഇവിടെയാണ് നമ്മൾ ആ ഒരു ഡൈനിങ്ങിൻ്റെ ആ ഒരു വാഷ് ഏരിയ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ സ്റ്റെയറിൻ്റെ താഴെയായിട്ട്. ഇനി കാണാൻ പോകുന്നതെന്ന് പറയുന്നത് കിച്ചണാണ്. ഇതാണ് കിച്ചൺ. നല്ല വലിയൊരു കിച്ചൺ ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ സ്റ്റോറേജ് സ്പേസും ഹുഡും ഹോബും ഒക്കെ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു നമ്മുടെ കോട്ടയാടിനോട് ചേർന്നിട്ടാണ് ആ ഒരു കിച്ചൺ സ്പേസ് വരുന്നത്. ഇനി കാണുന്നതെന്ന് പറയുന്നത് വർക്ക് ഏരിയ ആണ്. അപ്പം വർക്ക് ഏരിയ അതുപോലെ തന്നെ നമുക്ക് ആ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഉപയോഗിച്ചിരിക്കുന്ന കളർ കോമ്പിനേഷനൊക്കെ നന്നായിട്ടുണ്ട്. കാരണം ഒരു റിച്ച് ഫീല് ആ ഒരു വീടിന് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു വളരെ ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന വീടാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോരോ ഐറ്റംസ് എടുത്ത് പറയുന്നില്ല. ഇത് നമുക്ക് ബാക്കിലേക്കുള്ള എൻട്രി ആണ്. നമ്മൾ ആ ഒരു കിണറൊക്കെ കണ്ടില്ലേ ആ ഒരു ഭാഗത്തേക്ക്. അപ്പോൾ അവിടെയും നമുക്ക് ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ വർക്ക് ഏരിയയിൽ തന്നെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മൾ സിങ്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ ആ സ്റ്റോറേജ് സ്പേസ് ആണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് 2 ബെഡ്റൂമാണ് താഴെ വരുന്നത്. ഇത് ബെഡ്റൂം നമ്പർ 1 ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം നല്ല രീതിയിൽ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വിൻഡോസൊക്കെ കൊടുക്കുമ്പോഴത്തെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നാച്ചുറൽ ലൈറ്റിങ്, അതുപോലെ ക്രോസ് വെന്റിലേഷൻ, ഇതൊക്കെ നല്ല ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും. ലൈറ്റൊക്കെ ഇട്ടില്ലെങ്കിലും എപ്പോഴും നമുക്കൊരു ലൈറ്റിങ് വീട്ടിലുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിന് ഒരു ഡ്രസ്സിങ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ആ ഒരു ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടോയ്ലറ്റും ഈ പറഞ്ഞ മാതിരി എല്ലാം വളരെ ബ്രാൻഡഡ് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു കളർ കോമ്പിനേഷനാണ് ഈ കാണുന്നത്. അപ്പം നമുക്ക് താഴെ നമുക്ക് 2 ബെഡ്റൂംസ് വരുന്നുണ്ട്. അതൊരു ഹൈലൈറ്റ് ആണ് ഈ വീടിൻ്റെ കേട്ടോ. കാരണം പലരും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് 2 ബെഡ്റൂം താഴെയുള്ള വീട് പറയണം എന്ന്. അപ്പം ഇനി 2ാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന് ഡ്രസ്സിങ് ഏരിയ വരുന്നില്ല. ഓക്കെ, പിന്നെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഓൾറെഡി കട്ടിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി വളരെ കുറച്ച് കാര്യങ്ങളെ നിങ്ങൾക്ക് വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെയും നമുക്ക് ആ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ലൈറ്റ്സ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ബെഡ്റൂമിലും എല്ലായിടത്തും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാത്റൂമിൻ്റെ ഒരു കളർ ഇങ്ങനെയാണ് വരുന്നത്. ഒരു എലഗൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ വലിയ വലിയ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ കാണുന്ന ആ ഒരു കളർ കോമ്പിനേഷനാണ് ഈ ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത്. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ പ്രൊവിഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. ലിവിങ്, ഡൈനിങ്, ഒരു കോർട്ട്യാർഡ് സ്പേസ്, കിച്ചൺ, അതുപോലെ തന്നെ വർക്ക് ഏരിയ, 2 ബെഡ്റൂം. ഇനി നമ്മൾ മുകളിലത്തെ ഫ്ലോറിലേക്ക് വരുമ്പം നമുക്കിവിടെ ഒരു അപ്പർ ലിവിങ് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പം ഈ കാണുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ കോർട്ട്യാർഡിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് കാണുന്ന ഈ ഒരു ഭാഗം, അവിടെ വേണമെങ്കിൽ നമുക്കൊരു ലൈബ്രറി അല്ലെങ്കിൽ ഒരു സ്റ്റഡി റൂമൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് പാർട്ട് ഓഫ് ഇൻറ്റീരിയർ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു വീടിൻ്റെ ലേഔട്ട് വളരെ സിമ്പിളാണ് കേട്ടോ. കാരണം നമ്മൾ താഴെ കണ്ട 2 ബെഡ്റൂംസ് ഉണ്ടല്ലോ, അതുപോലത്തെ തന്നെ 2 ബെഡ്റൂമാണ് നമുക്ക് മുകളിലും വരുന്നത്. അപ്പം നമുക്ക് കട്ടിലൊക്കെ ഇട്ടതിന് ശേഷമുള്ള സ്പേസാണ് ആ കാണുന്നത്. കാരണം ഈ ഒരു നമ്മുടെ എന്താ പറയുക സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടും നമുക്ക് ഇത്രയും സ്പേസ് ആ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വലിയ ബെഡ്റൂംസ് ആണ് വരുന്നത്.
പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഡ്രസ് ഏരിയ ആണ്. അപ്പോൾ താഴത്തെ നമ്മൾ ഒരു ബെഡ്റൂമിൽ ഡ്രസ് ഏരിയ കണ്ടു, അതിൻ്റെ തൊട്ട് മുകളിലത്തെ ബെഡ്റൂമാണിത്. അപ്പോൾ അതിന് നമുക്ക് ഡ്രസ് ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ യൂസ് ചെയ്തിരിക്കുന്ന വുഡ് എന്നൊക്കെ പറയുന്നത് എല്ലാം ആഞ്ഞിലി അങ്ങനത്തെയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള വുഡും കാര്യങ്ങളാണ്. നിങ്ങൾ ഈ വീട് വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തുമാത്രം ക്വാളിറ്റിയിലാണ് ആ ഒരു വീട് അവർ ചെയ്തിരിക്കണേ എന്നുള്ളത്. അതുപോലെ ഇപ്പോൾ നമ്മൾ ടോയ്ലറ്റ്സ് നോക്കുകയാണെങ്കിലും എല്ലാം നല്ല ഒരു റിച്ച് ആയിട്ടുള്ള കളേഴ്സാണ് ആ ടോയ്ലറ്റ്സിലെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മിറേഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റോറേജ് സ്പേസ് എല്ലാം ടോയ്ലറ്റ്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം വളരെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് എല്ലായിടത്തും യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈവൻ ടോയ്ലറ്റിൽ മാത്രമല്ല, ആ ഒരു വീടിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു കൺസ്ട്രക്ഷൻ എടുത്തു കഴിയുകയാണെങ്കിൽ ഏറ്റവും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സാധാരണ വീടുകളെക്കാളും കുറേ കൂടെ നമുക്ക് ഹൈറ്റ് വരുന്നുണ്ട് ഈ ഒരു വീടിന്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു നാച്ചുറൽ ലൈറ്റിങ്ങും ക്രോസ് വെന്റിലേഷനൊക്കെ വളരെ നന്നായിട്ട് തോന്നുന്നത്. ഇത് നമ്മൾ എഗെയിൻ മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം, നമ്മൾ താഴെ കണ്ട ആ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ സെയിം അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെയാണ് ഈ ബെഡ്റൂമും വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ലേഔട്ടൊക്കെ വളരെ ഈസിയാണ്. എഗെയിൻ നമ്മൾ എല്ലാ ബെഡ്റൂംസിലും ഇവർ മാക്സിമം സ്റ്റോറേജ് സ്പേസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതലൊന്നും ഇവിടെ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം ബെഡ്റൂമിലേക്കൊക്കെ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബെഡ് മാത്രം കൊണ്ടുവന്നാൽ മതി, ബാക്കിയെല്ലാം അവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ ഈ ഒരു ഇതെന്ന് പറയുന്നത് എഗെയിൻ നമ്മൾ ആ ഒരു കളർ കോമ്പിനേഷനും കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറയുന്നത് ഹോം തിയേറ്ററാണ്. അപ്പോൾ ഈ ഒരു വീടെന്ന് പറയുന്നത് നമുക്ക് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് ഈ ഒരു ഹോം തിയേറ്റർ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ഈ ഒരു 3000 സ്ക്വയർ ഫീറ്റിന് മുകളിലൊക്കെ വരുന്ന വീടുകളിൽ മിക്കവാറും എല്ലാവരും ഈ ഒരു ഹോം തിയേറ്റർ എടുക്കേണ്ടത് തന്നെയാണ് എനിക്ക് തോന്നണേ. അത് ഇപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരുന്ന് ഫാമിലി ആയിട്ടൊക്കെ ഓൺലൈനിലൊക്കെ സിനിമ കാണുന്നത് കൊണ്ട് ഹോം തിയേറ്റർ വളരെ ഒരു ആവശ്യകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പല വീടുകളിലും. എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാ വീടുകളിലും അവർ പ്രീമിയം വീടുകളിലെല്ലാം ഹോം തിയേറ്റർ ഒരു പാർട്ടായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വലിയൊരു റൂമാണ് ഹോം തിയേറ്ററിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇത് നമുക്ക് അവിടെ ഒരു ബാൽക്കണി വരുന്നുണ്ട്. അപ്പം ചുറ്റുമൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എല്ലാം റെസിഡൻഷ്യൽ ഏരിയ ആണ്, വളരെ സേഫ് ആയിട്ടുള്ള ഏരിയാസാണ്. പല വീടുകളുടെയും വർക്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ്റ്റി ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും തന്നെ ഇവിടെ വരുന്നില്ല. വളരെ നല്ല ലൊക്കേഷനാണ് നമ്മുടെ ഈ ഒരു വീട് ഇരിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് പുറകിലാണെങ്കിലും പ്ലോട്ടായിട്ടൊക്കെ വലിയ വലിയ പ്ലോട്ടുകൾ തിരിച്ച് ഓൾറെഡി സെയിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്കിതുപോലത്തെ വീടുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഏരിയയിലാണ് നമ്മുടെ ഈ ഒരു വീട് ഇരിക്കുന്നതെന്നാണ് ഞാനത് പറയുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറയുന്നത് ഒരു ഓപ്പൺ ടെറസാണ് കേട്ടോ. അപ്പോൾ അത് അവരിങ്ങനെ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞൊരു ടെറസ് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു യൂട്ടിലിറ്റി ഏരിയ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല പ്ലാനാണ് ശരിക്കും പറഞ്ഞൊരു വീടിൻ്റെ. നല്ല എല്ലാ ഏരിയയും വളരെ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാനാണ്. ഇനി അഗെയിൻ നമ്മളൊരു ഷെയർ കയറി മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കൊരു റൂം കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞൊരു ജിം റൂമാണ്. പിന്നെ ഇപ്പം നമുക്ക് കാലത്തൊക്കെ വേണമെങ്കിൽ വന്നിരുന്ന് യോഗ ചെയ്യാം, വളരെ ക്വയറ്റായിട്ടിരുന്ന് അതുപോലെ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു റൂമാണ്. ശരിക്കും ഇതൊരു ജിം റൂം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് നമുക്ക് വളരെ സമാധാനത്തിൽ വന്നിരുന്ന് എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും ഒരു ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ആകുമ്പം ഒത്തിരി കാര്യങ്ങളിങ്ങനെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാനായിട്ട് ഇവിടെയും നമ്മളൊരു സ്റ്റോറേജ് സ്പേസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു വീടിൻ്റെ പ്ലാൻ ഭയങ്കര കിടിലനാണെന്ന് പറഞ്ഞത്. കാരണം എല്ലാ ഏരിയയും വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഒരു സ്പേസ് പോലും അവർ വെറുതെ കളഞ്ഞിട്ടില്ല. അപ്പം അതാണ് ഈ ഒരു വീടിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അപ്പം ഇന്നത്തെ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. വളരെ നല്ലൊരു വീടാണ്, നല്ല ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന പൂളൊക്കെ ഉള്ളൊരു വീടാണ്. അപ്പം നമുക്ക് പുതിയൊരു വ്ളോഗുമായിട്ട് അടുത്ത വർഷത്തിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. താങ്ക് യു സോ മച്ച്.